ഹലോ. അപ്പോൾ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് എത്ര ബ്യൂട്ടിഫുള്ളാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തുകൊണ്ട്, സിമ്പിളായിട്ടുള്ള പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിനെ, ഡൈനാമിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിനെ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല റിസ്ക് റിവാർഡ് റേഷ്യോയിൽ, മാർക്കറ്റ് ഓഫർ ചെയ്യുന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഡൈനാമിക് ആയിട്ട് റിയൽ ടൈം ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ. ബേസിക്കലി ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏതാണോ ബയർ ലെവൽ, ഏതാണോ സെല്ലർ ലെവൽ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബേസിലാണ് ഇത് ആക്ച്വലി പ്രൈസിൽ ക്രിയേറ്റ് ആവുന്നത്, അല്ലേ? അപ്പോൾ അത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയർ തന്നെയാണ് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും കാണിക്കുന്നത്. പക്ഷെ ഇത് ഡൈനാമിക് ആയിരിക്കും. എല്ലായ്പ്പോഴും ഒരേ പ്ലെയേഴ്സ് ആയിരിക്കില്ല മാർക്കറ്റിൽ കാണുക. മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ കാണും, മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന റീറ്റെയിൽ പ്ലേയേഴ്സ് കാണും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചേരുന്നതാണ് മാർക്കറ്റ്, അല്ലേ? അപ്പോൾ ആ മാർക്കറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ ഇവോൾവിങ് ആയിട്ടുള്ള ഡൈനാമിക് എന്താണ്. സപ്പോർട്ട്സിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണോ, റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണോ? അപ്പോൾ ഇതിൽ എവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി ചെയ്യണം, അങ്ങനെ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിസ്ക് എത്രയാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ റിവാർഡ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ മാർക്കറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്, ഈ ഓവറോൾ ആയിട്ടുള്ള സെൻറ്റിമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അതിന് ഫേവർ ആയിട്ടാണോ ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ടൂളാണ് ഇത്. നിങ്ങൾക്ക് വലിയ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പ്രൈസിനെ തന്നെ റീഡ് ചെയ്താൽ മതി. ഈ പ്രൈസിനെ റീഡ് ചെയ്യുമ്പോൾ പ്രൈസ് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. ആ ഇൻഫർമേഷനെ കറക്റ്റായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നു, ഡൈനാമിക്കായിട്ട് മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. നമുക്ക് പലപ്പോഴും ഈ മാർക്കറ്റിനകത്തുള്ള പല പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പല ഇൻഫർമേഷൻ ആയിരിക്കും തരിക. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നം. ആക്ച്വലി പലരും ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ട്രേഡിങ് പകുതി വഴി വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതോ നിർത്തി പോകുന്നതോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ എപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ. പക്ഷേ ആ ഇൻഫർമേഷനെ എങ്ങനെ റീഡ് ചെയ്യണം എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ്. അതെങ്ങനെ റിസീവ് ചെയ്യണമെന്ന് റിസീവർ എൻഡിലുള്ള നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഈ പ്രൈസിനെ റീഡ് ചെയ്യണം, പ്രൈസിനെ റീഡ് ചെയ്ത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കണം, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കി എങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. ഇതൊരു തരത്തിലുള്ള റെക്കമെൻഡേഷൻസും അല്ല. ഞാൻ ഒരു സെബി റിസർച്ച് അനലിസ്റ്റ് അല്ല, രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാം ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. ട്രേഡ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്യൂവിൻ്റെ ബേസിൽ മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇതാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ, അതായത് ഓൺ ഫ്രൈഡേയിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇത് ലയൻ ചാർട്ടാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഈ രണ്ട് ചാർട്ടുകളും കൂടെ യൂസ് ചെയ്താണ് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനോടൊപ്പം വോളിയം കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻസ് നമുക്ക് എക്സാക്ട്ലി കിട്ടും. പക്ഷേ ഞാനിവിടെ ഈ വോളിയം യൂസ് ചെയ്യുന്നില്ല. കാരണം വോളിയത്തിന് വേണ്ടി ഞാൻ ട്രേഡിംഗ് വ്യൂവിലുള്ള വോളിയം അല്ല, വേറൊരു ചാർട്ടിൽ നിന്നുള്ള വോളിയമാണ് യൂസ് ചെയ്യുന്നത്. അവർക്കാണ് ബേസിക്കലി നമ്മുടെ NSE എന്നുള്ള എക്സ്ചേഞ്ചിൽ നിന്നുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വോളിയം ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് എങ്ങനെ റീഡ് ചെയ്യാം, ലൈൻ ചാർട്ട് യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടൈം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തേഴ്സ്ഡേ 15:25 ആണ് നിൽക്കുന്നത്. ഇവിടെയും തേഴ്സ്ഡേ 15:25 ആണ്. ഫർദർ മൂവ് ചെയ്യുന്ന സമയത്ത് അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ആയത് ഒത്തിരി ലോയിലാണ്. അതായത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ സംഭവിച്ചത്. ഒരു 100 പോയിന്റ്സ് അടുപ്പിച്ചിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, ഗ്യാപ് ഡൗണോ ഗ്യാപ്പ് അപ്പോ അത് നമ്മുടെ വിഷയമല്ല. നമുക്ക് ഈ മാർക്കറ്റിനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. മാർക്കറ്റ് എന്ത് കാണിക്കുന്നു അതനുസരിച്ച് നമ്മൾ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, പ്രഡിക്ഷൻ എന്നല്ല, പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പം നെക്സ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ക്യാൻഡിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ ലൈൻ ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ലൈൻ ചാർട്ടായിരിക്കും നോക്കുക.
ലൈൻ ചാർട്ടിൽ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ബേസിക്കലി ട്രെൻഡ് ലൈനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഹൊറിസോണ്ടൽ ലൈൻസോ ട്രെൻഡ് ലൈൻസോ ഒന്നും യൂസ് ചെയ്യാതെ ഇവിടെ തന്നെ നമുക്ക് ഒരു സ്വിങ് ഹൈയോ സ്വിങ് ലോയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് നമ്മളിത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 5 മിനിറ്റ്സ് എന്നുള്ള ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പ്രൈസ് ലെവലിൽ വന്നിട്ട്, അതായത് 24332 എന്നുള്ളൊരു പ്രൈസ് ലെവലിൽ വന്നിട്ട് പെട്ടെന്ന് സഡനായിട്ട് മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്വിങ് ആയിട്ടുള്ള ലോ ആണ് അല്ലേ? അപ്പോൾ ഈ സ്വിങ് ലോയെ നമുക്ക് ഒരു ഡൈനാമിക് സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് നോട്ട് ആൻ അബ്സല്യൂട്ട് സപ്പോർട്ട്, ഇറ്റ്സ് എ ഡൈനാമിക് സപ്പോർട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡൈനാമിക് സപ്പോർട്ടിൻ്റെ ലെവലിൽ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലൈനെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഈ ലൈൻ, പക്ഷേ ഈ ലൈൻ എന്ന് പറയുന്നത് ക്ലോസ് ബേസ്ഡ് ആയിട്ടുള്ള ഡൈനാമിക് സപ്പോർട്ടാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ പവർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആക്ച്വൽ ലോയുടെ അവിടെ, ഇവിടെ ശരിക്കും ഈ ഒരു ക്യാൻഡിലിൻ്റെ മീൻസ് ഈ ഒരു ലൈൻ ചാർട്ടിലെ ഈ ഒരു സ്പോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പോട്ടിലെ ഏതാണോ ലോ, ക്യാൻഡിലിൻ്റെ ലോ, ആ ലോയിൽ കൊണ്ടുവയ്ക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ 24907 ആണ് നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട്. അവിടെ നമ്മൾ ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഇനി ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ക്യാൻഡിൽ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും, ജസ്റ്റ് ഷൂട്ട് അപ്പ് ചെയ്തു. ഇനി ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഷൂട്ട് അപ്പ് ചെയ്ത് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ റെസിസ്റ്റൻസ് ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. മാർക്കറ്റ് അടുത്ത 5 മിനിറ്റ്സിലോട്ട് മൂവ് ചെയ്തു, പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ട് അടിച്ചു. അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഡൈനാമിക് റെസിസ്റ്റൻസിനെ അവിടെ കൊണ്ടുപോയിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ ഇവിടുത്തെ ഹൈ എന്ന് പറയുന്നത് കുറച്ച് മുകളിലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. കുറച്ച് മുകളിലാണ്, ദാണ്ട് ഇവിടെ ഈ ലെവലിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനാമിക് സപ്പോർട്ട് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് ഇവിടെ വച്ചു കഴിഞ്ഞു. ഇനി ശരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എൻട്രി എന്നുള്ള രീതിയിൽ നോക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് മോസ്റ്റ്ലി ഓപ്ഷൻ ബൈയിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എന്നുള്ളത്, ബ്രേക്ക് ചെയ്യുന്ന അതേ സമയത്ത് പോയി എൻട്രി ഇല്ല, ബ്രേക്ക് ചെയ്ത് തിരിച്ചതിൻ്റെ റെസിസ്റ്റൻസിലോട്ടോ സപ്പോർട്ടിലോട്ടോ വരുന്ന സമയത്ത് മാത്രമേ നമ്മളത് എൻട്രി ഉള്ളൂ. കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. മുന്നോട്ട് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ നോക്കിയാൽ അത് കഴിഞ്ഞ് 9:35 ടൈമായി. 9:35 നോക്കുകയാണെങ്കിൽ ഈ ലൈൻ ചാർട്ടിലൊരു ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡൈനാമിക് സപ്പോർട്ട് എന്ത് ചെയ്തു? ഡൈനാമിക് സപ്പോർട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അപ്പം നമുക്ക് ഈ സാധനത്തിന് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഇങ്ങോട്ട് നോക്കുമ്പോൾ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെയാണ് അതിൻ്റെ ഡൈനാമിക് സപ്പോർട്ട് വരുന്നത്, ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ. അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുവാണ്. നമ്മളിതൊരു ട്രേഡ് എടുത്തിട്ടില്ല. പെട്ടെന്ന് സഡനായിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 9:35 ആയപ്പോൾ ഈ ക്യാൻഡിൽ അതുപോലെ ഒന്ന് വലിയൊരു സെൽ ഓഫ് വന്നു. ഈ സെൽ ഓഫ് വന്ന് നമ്മുടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സപ്പോർട്ടിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തു. സപ്പോർട്ടിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, ലോയെ ബ്രേക്ക് ചെയ്ത് കൺസിഡറബിൾ പോയിന്റിൽ അത് സസ്റ്റെയിൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഒരു സെല്ലാണ്. കൺഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് വോളിയം നോക്കാം. വോളിയം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കൺഫർമേഷനിൽ നല്ല വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പൊട്ടൻഷ്യൽ ഒരു എൻട്രി പോയിന്റ് ആണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എൻട്രി പോയിന്റിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമുക്ക് അടുത്ത് നോക്കാം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഈ പൊട്ടൻഷ്യൽ എൻട്രി പോയിന്റിനെ. അപ്പോൾ നെക്സ്റ്റ് നമ്മളിത് ഇവിടെ എൻട്രി എടുക്കില്ല. ഇതിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. ഒരിക്കലും ഇവിടെ ചാടിക്കയറി എൻട്രി എടുക്കരുത്. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന വലിയ മിസ്റ്റേക്കാണ്. മാർക്കറ്റ് ഇവിടെ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇല്ല. അതുകൊണ്ട് ഇവിടെ പോയി എൻട്രി എടുക്കാൻ നിൽക്കരുത്. പകരം ഇതിനി ഇവിടുന്ന് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് വരുന്ന സമയത്ത് എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു മൂവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന് നിയർ ആയിട്ട് ഇതേ ലെവലിൽ വരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് നിയർ ആയിട്ടൊരു ലെവലിൽ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിന് വളരെ നിയർ ആയിട്ടൊരു 5 പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ്സോ ഡിഫറൻസിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ആ എൻട്രി ലെവലിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കി വയ്ക്കാം. അതായത് ഏകദേശം ഈ ലെവലിൽ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു ചെറിയ ഒരു ഫ്ലാഷ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു എൻട്രി പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയില്ല എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്തായാലും ഡെഫിനറ്റ്ലി ഈ പോയിന്റിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു എൻട്രി പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ നമുക്ക്
നമുക്ക് ഒരു സെൽ പൊസിഷൻ എടുക്കാം. കാരണം മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു സെൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബൈയിൽ നമുക്കൊരു പുട്ട് ബൈ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു. നമ്മുടെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ബൈ ആണ് നമ്മൾ എടുത്തത്. ആ എൻട്രി എടുത്ത സ്ഥലത്ത് ഒരു ലൈൻ കൊണ്ടുപോയി മാർക്ക് ചെയ്യാം. അതാണ്ട് ഇവിടെയാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. എൻട്രി എടുത്ത സ്ഥലത്ത് ഞാനൊരു വൈറ്റ് ലൈൻ കൊണ്ടുപോയി മാർക്ക് ചെയ്തു. ഓക്കെ, ഒരു വൈറ്റ് ലൈൻ ഞാൻ കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻട്രി എടുത്ത പൊസിഷനിൽ ഏകദേശം ഈ റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തു. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും എവിടെയാണ്? റെസിസ്റ്റൻസ് ചേഞ്ച് ആയിട്ടില്ല, സപ്പോർട്ട് പക്ഷേ ചേഞ്ച് ആയിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് പറയുന്നത് ദാണ്ട് ഈ ലെവലിലാണ് ഡൈനാമിക് സപ്പോർട്ട് ക്രിയേറ്റ് ആയിരിക്കുന്നത്, സ്വിംഗ് ലോ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആ സ്വിംഗ് ലോ അനുസരിച്ച് നമുക്ക് ഇവിടെ ലൈനെ കറക്റ്റ് ചെയ്യാം. ലൈനിനെ ഇങ്ങോട്ട് നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോൾ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പതുക്കെ മൂവ് ചെയ്യുന്നു. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോവാം. ഇവിടെ നോക്കിയാൽ ഇവിടെ പിന്നെയും മാർക്കറ്റ് അതുപോലൊരു പുതിയൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ്, എങ്കിലും അതിൻ്റെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെയൊക്കെ ഹൈ എന്ന് പറയുന്നത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് റെസിസ്റ്റൻസിനെ മാറ്റാം. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവമാണ് ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് കരുതുക. അതായത് നമ്മുടെ ബ്ലൂ ലൈനാണ് ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ എൻട്രി എടുത്തത് ഇവിടെയാണ്. ഏർലിയർ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയായിരുന്നു. ആ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. ഇനി ലോസ് വന്നാൽ നമുക്ക് ചെറിയൊരു ലോസേ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുവാണ്. മാർക്കറ്റ് സെൽ ഓഫ് ചെയ്തു. മാർക്കറ്റ് അതിൻ്റെ മുന്നത്തെ സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ടച്ച് ചെയ്തു, ക്ലോസ് ചെയ്തില്ല, ടച്ച് ചെയ്തു. അപ്പോൾ ഇനിയും അത് താഴോട്ട് പോകുമെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അത് ബ്രേക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ ആൾറെഡി ഒരു പൊസിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊസിഷൻസ് ടോപ്പപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ടോപ്പപ്പ് ചെയ്യാം. അതായത് അഡീഷണൽ പൊസിഷൻസ് ആഡ് ചെയ്യാം. ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 2 ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച്. പക്ഷെ ബേസിക്കലി അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലതും ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ട്രേഡിംഗ് മാത്രമല്ല, ഞാൻ പല ആക്ടിവിറ്റീസും അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രേഡിങ്ങിൽ അധികം റിസ്ക് എടുക്കേണ്ട അല്ലെങ്കിൽ അധികം ടെൻഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ ലോട്ട് എന്നല്ല, സിംഗിൾ എൻട്രി എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ചിലപ്പോൾ ഒരു 5 ലോട്ടോ 10 ലോട്ടോ, ചില സമയത്ത് 1 ലോട്ടോ, എൻ്റെ ഒരു കൺവിക്ഷൻ്റെ ബേസിലായിരിക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് ലെവൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്ലോസ് ചെയ്ത ലെവലിൽ നമ്മൾ എൻട്രി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എൻട്രി എടുക്കണ്ട. പക്ഷേ ബേസിക്കലി ഇവിടെ നമ്മൾ ആൾറെഡി ഒരു എൻട്രി എടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് പ്രോഫിറ്റിനെ പറ്റി അല്ലെങ്കിൽ ലോസിനെ പറ്റി മാത്രം നോക്കിയാൽ മതി. പുതിയ ഇനി എൻട്രി എന്നുള്ള രീതിയിൽ നോക്കണ്ട. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ നോക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു കൺഫർമേഷനാണ് മാർക്കറ്റ് താഴോട്ടാണ് എന്നുള്ള രീതിയിൽ. മാർക്കറ്റ് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ തന്നെ താഴോട്ട് വീണിരിക്കുന്നു. വളരെ വലിയ സെൽ ഓഫ് തന്നെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റിലാണ്. നമ്മുടെ ലെവൽ ഇതാണ്. ഈ മാർക്കറ്റ് അറൗണ്ട് ആ ലെവലിൽ നിന്ന് 8 പോയിന്റ്സ് അടുപ്പിച്ച് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ്. മേ ബി നിങ്ങൾക്ക് ഇവിടെ 2-3 ലോട്ടൊക്കെ ആൾറെഡി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, ഒരു പാർഷ്യൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ട്രailing സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ഡൈനാമിക് ആയിട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് ലൈന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇവിടെ പലപ്പോഴും സപ്പോർട്ട് ലൈൻസ് ക്രിയേറ്റ് ചെയ്യും മാർക്കറ്റ്. പക്ഷേ ഞാൻ സപ്പോർട്ട് ലൈൻസിനെ പറ്റി പറയുന്നില്ല, ഓൺലി റെസിസ്റ്റൻസ് ലൈൻസിനെ പറ്റി പറയുന്നുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു സെൽ പൊസിഷനാണ് കയ്യിലുള്ളത്, അല്ലേ? ഇപ്പോൾ ഇവിടെ ഡൈനാമിക് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് തൽക്കാലം സപ്പോർട്ട് ലൈനിനെ പറ്റി പറയുന്നില്ല, റെസിസ്റ്റൻസ് ലൈനെ പറ്റി മാത്രം പറഞ്ഞു പോകാം. ഇവിടെ ചെറിയ ഒരു രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് ലൈന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വളരെ ചെറിയൊരു രീതിയിലുള്ള റെസിസ്റ്റൻസ് ലൈന്. ആ റെസിസ്റ്റൻസ് ലൈനിലോട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുവയ്ക്കാം. ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലൈൻ. അതിനെ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ രീതിയിൽ നമ്മുടെ എൻട്രിയെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. അതാണ് നമ്മുടെ ഐഡിയ. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുവാണ്. മാർക്കറ്റ് പതിയെ ആ ഒരു ഏരിയയിൽ തന്നെ മൂവ് ചെയ്യുന്നു. പിന്നെയും മാർക്കറ്റ് കുറച്ചും കൂടെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് വന്നു. നമ്മുടെ റെസിസ്റ്റൻസ് ഇപ്പോഴും അവിടെ തന്നെയാണ്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ആക്ച്വലി കുറച്ചും കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് മൂവ് ചെയ്ത് ഈ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നുണ്ട്. ബൗൺസ് ചെയ്ത് മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് കയറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ആ രീതിയിൽ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പുതിയൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം.
കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ റെസിസ്റ്റൻസിന് നിയർ തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഫർദർ മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഹയർ ആയിട്ടുള്ള സപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു പുതിയൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു ഇല്ലേ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മുടെ ആ ഒരു ലൈനിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് വന്നു. അറൗണ്ട് 40 പോയിന്റ്സ് താഴോട്ട് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് വന്ന് നമ്മൾ റെസിസ്റ്റൻസ് ലൈനെ കട്ട് ചെയ്തു. പക്ഷെ കട്ട് ചെയ്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും തന്നെ ഒരു ക്ലോസ് ബേസിൽ ക്ലോസ് ആയിട്ടില്ല, ഡിസീസീവ് ആയിട്ട് ക്ലോസ് ആയിട്ടില്ല, അതിന് മുകളിലോട്ട് പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേ ബി ഒന്ന് ഫർദർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അത്. നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ഫർദർ വെയിറ്റ് ചെയ്യാം. ഫർദറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാതെ, മുകളിലോട്ട് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാതെ അടുത്ത ക്യാൻഡിൽ താഴോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് ലൈനെ കുറച്ച് മുകളിലോട്ട് വയ്ക്കാം. അതായത് ഈ ഒരു ലെവലിലോട്ട് നമുക്ക് ആ ഡൈനാമിക് റെസിസ്റ്റൻസ് ലൈനിനെ വയ്ക്കാം. കാരണം മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് കുറച്ചും കൂടെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒന്ന് അത് ആ രീതിയിൽ വയ്ക്കാം. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. മാർക്കറ്റ് പിന്നെയും മൂവ് ആണ്. മാർക്കറ്റ് കുറച്ച് ഹയർ സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യുവാണ്. താഴോട്ടും മുകളിലോട്ടൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ആ റെസിസ്റ്റൻസ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ പെട്ടെന്ന് സഡൻലി ഒരു നോക്കുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു മൂവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സ് അവർ മാർക്കറ്റിൽ വലിയൊരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യും. യൂഷ്വലി നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിനെ എല്ലാവരും എക്സിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഈ ഒരു പോയിന്റ്. മാർക്കറ്റ് സഡനായിട്ട് ഇത്രയും മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മൾ പ്രോഫിറ്റിലാണെങ്കിൽ ഞാൻ പറയുന്നത് നമുക്കത് വെയിറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതേപോലുള്ള ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ്മെൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു സഡനായിട്ട് മൂവ് വന്നു. പക്ഷേ ഇതൊരു ഫേക്ക് മൂവ് ആണ്. കാരണം ഇത്രയും വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഇത് ഇവിടെ ഈ ലെവലിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് ഒരു ഫേക്ക് മൂവ് ചെയ്ത് റീറ്റെയിലേഴ്സിനെ ആക്ച്വലി എക്സിറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഈ ലൈൻ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ആ മൂവിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാവില്ല. പക്ഷേ ക്യാൻഡിൽ സ്റ്റിക്കിൽ നോക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇത്ര സിഗ്നിഫിക്കൻസ് ആണ് ഇതിനുള്ളത്. ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രൊഫഷണലായിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പതുക്കെ റെസിസ്റ്റൻസ് ലൈനിനെ ഇതിൻ്റെ ഒരു ടോപ്പിലോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം, ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് ലൈനിനെ. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ദെൻ ഫർദർ എന്താ സംഭവിക്കുന്നത് നോക്കാം. മാർക്കറ്റ് പതുക്കെ തന്നെ താഴോട്ട് തന്നെ സ്ലൈഡ് ചെയ്യുവാണ്. പതിയെ സ്ലൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുമ്പത്തെ ലോയെ ശരിക്കും ബേസിക്കലി ഇത് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്തു. നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വെയിറ്റ് ചെയ്ത ആൾക്ക് മാർക്കറ്റ് ബേസിക്കലി അവിടെ ആ രീതിയിലൊന്ന് ക്രാക്ക് ഡൗൺ ചെയ്ത് പഴയ ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് ലെവൽ മാറിയിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് റെസിസ്റ്റൻസ് ലെവൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നതെന്ന്. മാർക്കറ്റ് പതിയെ ആ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ചെറിയൊരു ലോ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് ലൈനെ ആ ലെവലിലോട്ട് കൊണ്ടുവരാം. അതായത് ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലെവലിലോട്ട് നമുക്ക് നമ്മുടെ ആ റെസിസ്റ്റൻസിനെ പതിയെ മൂവ് ചെയ്ത് വയ്ക്കാം. പതിയെ മൂവ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇനി ഇത് ക്ലോസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവലിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. സോ നമുക്ക് അവിടെ പ്രശ്നമില്ല. നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് തന്നെ ആയിരിക്കും നമ്മൾ കിട്ടുക. പ്രോഫിറ്റ് ലോക്ക്ഡ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ കുറച്ചും കൂടെ ഒന്ന് താഴോട്ട് ആയിട്ടുണ്ട്. എങ്കിലും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബേസിൽ ഇവിടെ തന്നെയാണ് റെസിസ്റ്റൻസ്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്താ സംഭവിക്കുക എന്നുള്ളത്. മാർക്കറ്റ് ഒന്ന് താഴോട്ട് പിന്നെയും വന്നിട്ടുണ്ട്. താഴോട്ട് വന്നു ഒരു ടഗ് ഓഫ് വാർ കൈൻഡ് ഓഫ് എ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ. മാർക്കറ്റ് താഴോട്ട് മുകളിലോട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഏരിയയിലോട്ട് മൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് സഡൻ ആയിട്ട് ഈ ഒരു ക്ലോസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ കയറിയിരിക്കുന്നു. ഓക്കെ, ഈ ഒരു ലെവൽ, ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട്ലി നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. ഇത് ഒരു സ്ട്രോങ് മൂവ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ നോക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൺഫർമേഷനാണ്. ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൺഫർമേഷനാണ്. ഇതൊരു ബൈ ആയിട്ട് കൺസിഡർ ചെയ്ത് ബൈ വേണമെങ്കിലും എടുക്കാം. 12:30 ആയിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ബൈ ഒക്കെ യൂഷ്വലി ഈ ഒരു സമയത്ത് 12:30 ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതൊരു കൺഫർമേഷനായി കണ്ടുകൊണ്ട്. എപ്പോഴും വർക്കാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു
70% കോൺഫിഡൻസിൽ ഈ പറയുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റിൽ എന്താ കാണിക്കുന്നതെന്ന് ഒരു 15:30 വരെ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന്. നമ്മൾ ഫർദർ മൂവ് ചെയ്യുവാണ്. ഫർദർ മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പതുക്കെ സപ്പോർട്ട് ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് ലെവൽസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ലെവലിൽ തന്നെ സപ്പോർട്ട് ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫർദർ ഞാൻ സ്പീഡിലായിട്ട് പോവുകയാണ്. മാർക്കറ്റ് അതിൻ്റെ മുന്നത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ലെവലിനെ ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്തിട്ട് കുറച്ച് പീരീഡ് കഴിഞ്ഞ് അത് സഡനായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതായിരുന്നു അതിൻ്റെ ലോ പോയിന്റ്. ഇവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ബൈ ആണ് വന്നത്. ആ ഫേക്ക് ആയിട്ടുള്ള ബൈ വന്നതിന് ശേഷം ഇത് ബേസിസിൽ ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം, കാരണം പിന്നെ അത് കയറി പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. അതിൻ്റെ മുകളിൽ അത് സസ്റ്റെയിനും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ലോങ് ടേമിൽ ഒരു കുറച്ച് പീരീഡിൽ സസ്റ്റെയിൻ ചെയ്യാതെ പതിയെ അതൊന്ന് സ്പൈക്ക് ചെയ്ത് കളിച്ചതിന് ശേഷം അത് താഴോട്ട് വന്നിട്ടുണ്ട്. അത് പുതിയ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുതിയൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലും ഇപ്പോൾ മാർക്കറ്റിൻ്റെ ആക്ച്വൽ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലുമാണ് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ മാർക്കറ്റ് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിനെ സ്വിങ് ലോ സ്വിങ് ഹൈയുടെ ബേസിൽ ചേഞ്ച് ചെയ്തു. നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇതേപോലെ മുകളിലോട്ട് വന്ന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്യാതെ ജസ്റ്റ് ഒരു റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് താഴോട്ട് വരികയാണ് ചെയ്തത്. ഇനി വലിയ മൂവ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം നമുക്ക് അധികം സമയമില്ല. കാരണം സമയം അറൗണ്ട് 2:20 ആ ഒരു ലെവലിലായി കഴിഞ്ഞു. യൂഷ്വലി നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ആഫ്റ്റർനൂൺ 12:30 ശേഷം വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. പക്ഷേ ഐഡിയലി ഞാൻ പറയുന്നത് നിങ്ങളൊരു ഓപ്ഷൻ ബൈ എന്നുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ അത് ഐഡിയലി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മോർണിംഗ് ടൈമിൽ തന്നെയാണ്. മോർണിംഗിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. ഒരുപാട് പ്ലേയേഴ്സ് പ്ലേ ചെയ്യുന്ന സമയത്താണ്. മോർണിംഗിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റം കൂടുതലായിട്ട് കാണും. നിങ്ങളൊരു ട്രേഡിങ് എന്നുള്ളൊരു മാർക്കറ്റ് ട്രാപ്പിൽ വരാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രൈസിനെ റീഡ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിനെ ഈ രീതിയിൽ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അബ്സല്യൂട്ട്ലി മനോഹരമായിട്ട് തന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിനോടൊപ്പം മറ്റ് പല ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുക. വോളിയം നിങ്ങളൊരു കൺഫർമേഷനായിട്ട് യൂസ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിനെക്കാളും കൂടുതൽ പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. പ്രൈസിൻ്റെ ഡൈനാമിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിനെ എങ്ങനെ നമ്മുടെ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊരു അബ്സല്യൂട്ട്ലി നമുക്ക് ഒരു സംതിങ് എക്സ്ട്രീംലി ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്ട്രീംലി ഗുഡ് എന്നുള്ള രീതിയിൽ ഒന്നുമില്ല. പക്ഷെ വളരെ യൂസ്ഫുള്ളാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 65-75 റേഞ്ചിൽ കോൺഫിഡൻസിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വർക്കാവും. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ട്രേഡിങ് നമുക്ക് സെറ്റ് ആവും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രോബബിലിറ്റിയിലെങ്കിലും തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, ട്രേഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 60 ലെവലിലെങ്കിലും തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറാണ്. റിസ്ക് റിവാർഡും ഒരു 1:2 അല്ലെങ്കിൽ 1:1.5 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ അതിനോടൊപ്പം നമ്മുടെ ഇതുമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി നമുക്ക് ട്രേഡിങ്ങിൻ്റെ വിന്നിങ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ട്രേഡിങ് നിങ്ങൾക്ക് വളരെ പ്രോഫിറ്റബിളായിട്ട് നിങ്ങളുടെ ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് തന്നെ ആക്കി മാറ്റാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. അപ്പോൾ ബൈ ബൈ. ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.